എല്ലാ പ്രേക്ഷകർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ത്യൻ പാബ്ലോ എസ്കോബാർ ആകാൻ മമ്മൂക്ക ക്യൂബ്സ് എന്റർടൈൻമെന്റ്സിന്റെ പുതിയ ചിത്രം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. പറഞ്ഞു വരുന്നത് മാർക്കോ സിനിമയുടെ നിർമ്മാതാക്കളായ ക്യൂബ്സ് എന്റർടൈൻമെന്റ്സിന്റെ പുതിയ ചിത്രത്തിൽ മമ്മൂക്ക നായകനാകുന്നു. നിർമ്മാതാക്കൾ തന്നെയാണ് ഈ കാര്യം സ്ഥിരീകരിച്ചിരിക്കുന്നത്. ചിത്രത്തിന്റെ സംവിധായകൻ, മറ്റു അണിയറ പ്രവർത്തകർ എന്നിവരുടെ വിവരങ്ങൾ ഉടൻ തന്നെ പുറത്തുവിടും. മമ്മൂക്കയുടെ 2026 പ്രധാന പ്രൊജക്റ്റായിട്ട് ഈ ചിത്രം മാറുമെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. ലോകത്തിലെ തന്നെ ഏറ്റവും സമ്പന്നനായ ക്രിമിനൽ എന്ന വിശേഷണമുള്ള ലഹരിമരുന്ന് മാഫിയ തലവൻ പാബ്ലോ എസ്കോബാറിന്റെ ജീവിതവുമായി സാമ്യമുള്ള കഥാപാത്രമായിരിക്കും മമ്മൂക്ക ഈ ഒരു ചിത്രത്തിൽ ചെയ്യാൻ പോകുന്നതെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. മഹേഷ് നാരായണൻ ഒരുക്കുന്ന മമ്മൂക്ക, ലാലേട്ടൻ എന്നിവർ ഒന്നിക്കുന്ന പാട്രിയറ്റ് സിനിമയുടെ ചിത്രീകരണം പൂർത്തിയായതിനു ശേഷം മമ്മൂക്ക നിതീഷ് സഹദേവുമൊത്തുള്ള ചിത്രമായിരിക്കും ചെയ്യുക. അതേസമയം ഒരു തെലുങ്ക് ചിത്രവും രഞ്ജിത്ത് ഒരുക്കുന്ന ചിത്രവും മമ്മൂട്ടി കമ്മിറ്റ് ചെയ്തിട്ടുണ്ടെന്നും റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ആന്റണി വർഗീസ് പെപ്പെ നായകനായെത്തുന്ന കാട്ടാളനാണ് ക്യൂബ്സ് എന്റർടൈൻമെന്റ്സ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതേസമയം മമ്മൂക്കയുടെ കളങ്കാവൽ തിയേറ്റർ റീൽസിന് ഒരുങ്ങിയിരിക്കുകയാണല്ലോ. ഈ വരുന്ന നവംബർ 27 ചിത്രം തിയേറ്ററുകളിലെത്തുന്നത്. സെൻസറിംഗ് പൂർത്തിയായപ്പോൾ U/A സർട്ടിഫിക്കറ്റ് ലഭിച്ചിരിക്കുന്ന ആ ചിത്രത്തിന്റെ ട്രെയിലർ സെൻസറിംഗും ഇപ്പോൾ പൂർത്തിയായിരിക്കുകയാണ്. 1 മിനിറ്റും 53 സെക്കൻഡുമുള്ള ട്രെയിലറാണ് പുറത്തുവരാൻ പോകുന്നത്. നമുക്ക് കിട്ടുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഈ വരുന്ന നവംബർ 14 DQവിന്റെ കാന്ത റിലീസാവുകയാണല്ലോ. അതേ ദിവസം തന്നെ ഈ ഒരു കളങ്കാവൽ സിനിമയുടെ ഒഫീഷ്യൽ ട്രെയിലർ റിലീസ് ചെയ്യാനാണ് അണിയറ പ്രവർത്തകർ പ്ലാൻ ചെയ്യുന്നത്. എന്തായാലും അത് സംബന്ധിച്ചുള്ളൊരു ഒഫീഷ്യൽ അപ്ഡേറ്റ് ഉടൻ തന്നെ വരുന്നതാണ്. ഇന്ന് മലയാളികളുടെ ജനപ്രിയ നായകൻ ദിലീപേട്ടന്റെ ജന്മദിനം ആണല്ലോ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഏറ്റവും പുതിയ ചിത്രമായ മലയാള സിനിമാ പ്രേമികൾ വളരെയധികം പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ബബ്ബയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് ഇന്ന് രാത്രി 9 മണിക്ക് പുറത്തു വരുമെന്നുള്ള റിപ്പോർട്ടുകൾ ഇപ്പോൾ ഒഫീഷ്യലായി വന്നിരിക്കുകയാണ്. ഈ ഒരു ചിത്രത്തിൽ ലാലേട്ടനും ക്യാമിയോ റോളിൽ എത്തുന്നുണ്ടെന്ന് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ വീഡിയോ കാണുന്ന പ്രേക്ഷകരിൽ ആരൊക്കെയാണ് ബബ്ബയുടെ അപ്ഡേറ്റിന് വേണ്ടി കാത്തിരിക്കുന്നത് താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കാണാം.